ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം അങ്ങനെയില്ല, ഒരു 3-4 ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ആരിലൊക്കെ വിചാരിച്ചാണ് 1-2 ദിവസമൊക്കെ ഇടവിട്ടിട്ടുകൊണ്ടിരുന്നതാണ്. 2-3-4 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാന്ന്. സോറി ഗായ്സ്, എനിക്ക് തീരെ വയ്യായിരുന്നു. ഫുഡ് പോയ്സണും പീരിയഡ്സും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറയും എനിക്ക് പറ്റുമെന്ന്. ബിക്കോസ് ആ ഒരു സ്റ്റേജായിരുന്നു, നല്ല സീനായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വെച്ച് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇട്ടേക്കാം, കാരണം കുറേ ആയില്ലേ ഇന്ന്. അപ്പോൾ ഇന്നലെ തൊട്ട് ഏകദേശം കുറവുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെ മറ്റേ ഈ ബ്ലാക്ക് മോൾസ് മറ്റേ അരിമ്പാറയില്ലേ, അതൊന്ന് പാർലറിൽ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു വീഡിയോ പോലെ എടുത്തു, കാരണം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിടാൻ നോക്കിയപ്പോൾ അതിന് ഇൻട്രോ വീഡിയോ ഇല്ല. അപ്പോൾ ഞാൻ വെച്ചൊരു ഇൻട്രോയും കൂടെ എടുത്തേക്കാന്ന്. അപ്പോൾ അതൊക്കെയായിരുന്നു റീസൺ. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വയ്യാത്തതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇടാനും കണ്ണെഴുതാനോ ഒന്നും വയ്യ. പക്ഷേ ലിപ്സ്റ്റിക്ക് മെയിൻ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഒരു ചെറിയ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാർലറിൽ പോകാം. അങ്ങനെ നമ്മൾ നേരെ നീലാംബരി ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് പണ്ട് മുതലേ ഞാൻ എന്തിനായാലും ഇവിടെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് താരച്ചേച്ചിയാണ് ഇത് എടുത്ത് തരുന്നത്. അപ്പോൾ അമ്മേൻ്റെ ചെള്ളയ്ക്ക് മൂക്കിൻ്റെ താഴേക്ക് ഇട്ട് വലിയ 3 മറുകൾ പണ്ട് മുതലുള്ളതാണ്. അപ്പോൾ അത് എടുക്കുന്നോന്ന് ഇങ്ങനെ ചേച്ചി ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, വേണ്ട ബ്ലഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, കാരണം പണ്ട് മുതലേ ഉള്ളതല്ലേ. എന്നിട്ട് ചേച്ചി ഇതേ പെട്ടിയൊക്കെ തുറന്ന് ആയുധങ്ങളൊക്കെ എടുത്തു. ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചൊക്കെ ഇരിക്കുന്നത്, ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും താരച്ചേച്ചി ഞാൻ നോക്കുമ്പോൾ മാസ്കും ഗ്ലൗസൊക്കെ ഇട്ടിരുന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നു അല്ലേ. അപ്പം എനിക്ക് ചെറിയ ടെൻഷൻ തുടങ്ങി, കാരണം ഇതെന്ത് ഇത്ര സാധനങ്ങളൊക്കെ ഇട്ട് ആകെ മൊത്തൊരു വെപ്രാളം. പിന്നെ ഞാൻ പണ്ട് എപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്, നല്ല കുഞ്ഞിലായിരുന്നു, എനിക്ക് അധികം അങ്ങനെ ഓർമ്മയില്ല അപ്പോൾ ഇതിൻ്റെ വേദനയൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. എന്നിട്ട് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഡോട്ട് മാതിരിയുള്ള, അറിയത്തില്ല എവിടെയാണെന്ന്. അപ്പോൾ എന്നോട് ചേച്ചിയാണ് ചോദിക്കുന്നത് എവിടെയാണ് ശരിക്കും ഉള്ളതെന്ന്. അപ്പം ആദ്യം ഒരെണ്ണം കുത്തിയപ്പം ഓണായിട്ടില്ല സാധനം. അപ്പോൾ വെച്ചാൽ വേദന എടുക്കാത്ത ഇതിനി ഇല്ലേ, വർക്ക് ചെയ്യത്തില്ലേ, അത് ഇങ്ങനെയുള്ളോ വേദന എന്നുള്ള. പിന്നെ മനസ്സിലായത് ഓണായില്ലെന്ന്. പിന്നെ എനിക്ക് വെപ്രാളായി. പിന്നെ നമുക്കിങ്ങനെ ഒരുമാതിരി എന്താ പറയുക, ഇങ്ങനെ നമ്മുടെ മേത്തോട്ടൊരു തീൻ്റെ ഒരു അംശം വീഴുമ്പോൾ ഒരു ഫീലില്ലേ, ആ ഒരു ഫീലായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോ മാത്രം ഞാൻ അമ്മേനോട് എടുത്താൽ മതി എന്ന് പറഞ്ഞു, കാരണം എനിക്ക് ആകെ വെപ്രാളമായി തുടങ്ങി. എന്നിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, മതി ബാക്കി ഒന്നും ഇനി എന്നെ ഫോക്കസ് ചെയ്യുകയൊന്നും ചെയ്യണ്ട, എന്നെ ഒന്ന് കൈ പിടിച്ചല്ലെങ്കിൽ എനിക്കിപ്പോൾ വേറെ തുടങ്ങും എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അങ്ങോട്ട് എൻ്റെ എക്സ്പ്രഷൻ മൊത്തം. ഇനി അങ്ങോട്ടുള്ള എൻ്റെ ഇരിപ്പൊക്കെ നിങ്ങൾ തന്നെ കാണുന്നേ നല്ലത്, ഞാനായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും കണ്ടിട്ട് വായോ. ഇല്ല ഒത്തിരി എത്രണ്ണം വെച്ച് ഒരെണ്ണം ഇതൊരു ഒരെണ്ണം ആയതാണോ? ഓടുണ്ട് കുറച്ചേ ഉള്ളു. അപ്പൊ പെട്ടെന്ന് ഈ ഉടക്കെ ഉണ്ടോ? എൻ്റേത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റൗണ്ട് അമ്മേൻ്റെ ആയിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ അധികമൊന്നുമില്ല, പക്ഷെ അമ്മയ്ക്ക് അവിടെ ഇവിടേക്ക് ഇങ്ങനെ പെഡലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വന്നിരുന്നതല്ലേ, അമ്മേൻ്റെയും കൂടെ അങ്ങ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനത് നല്ല കറക്റ്റായിട്ട് കാണിച്ചു തരാം, കാരണം ഇങ്ങനെ ഓരോ തീപ്പൊരി ഇങ്ങനെ പാറുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ അമ്മ അങ്ങനെ അധികം എൻ്റെ ഫോക്കസ് ചെയ്ത് സൂം ചെയ്തെടുക്കാത്തതുകൊണ്ട് എൻ്റെ അതിനകത്ത് അത്ര ക്ലിയറായിട്ട് അത് കണ്ടിട്ടില്ല. ഇപ്പോൾ അമ്മേൻ്റെ അതിനകത്ത് ഞാൻ കറക്റ്റ് അത് കാണിച്ചു തരാം. എന്താ അമ്മ വേദന എടുക്കുന്നുണ്ടോ? അല്ല, അവിടെ വെള്ളം ഒഴിക്കരുതെന്നേ ഉള്ളൂ, നാളെ ഒഴിക്കാമല്ലോ. എൻ്റെ ഈ ചെള്ളയ്ക്ക് അവിടെ എവിടെയും കുറേ കറുത്ത കുത്തുകുത്ത് കണ്ടോ, അതാണ് ഇപ്പോൾ ഈ കരിച്ച സാധനങ്ങൾ. ഇങ്ങനെ ചെറിയ പൊടി കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുരുക്കളായിരുന്നു, പക്ഷെ അതെല്ലാം കരിച്ചു. അപ്പോൾ ഞങ്ങൾ 2 എല്ലാം കരിച്ച് കഴിഞ്ഞു. എന്തായാലും വന്നാലും ഇനിയും പിരിയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് കരുതി.
അപ്പോൾ ഞാനും അമ്മയും എല്ലാം കരിച്ചെഞ്ഞ് കണ്ണാടിയിലൊക്കെ നോക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടുത്ത പിരിയഡ് എടുക്കുന്നതിലേക്ക് പോവാം. അപ്പം ഞാൻ ഈ ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിരിയഡ് എടുക്കാനൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. വെറും തോന്നലാണ് ഗൈസ് നിങ്ങളുടെ. എനിക്കിതുപോലെ പേടിയും ഇഷ്ടമില്ലാത്തൊരു സാധനം. കാരണം എനിക്ക് എൻ്റെ പിരിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടി കൂടിയ പിരിയവാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അതെടുക്കാൻ ഒക്കില്ല. പിന്നെ പെൺപിള്ളേർക്ക് പ്രത്യേകിച്ച് അറിയാം ഈ പിരിയഡ് എടുക്കാൻ നേരമുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട്. നമ്മൾ കൈ രണ്ടും ഇങ്ങനെ വലിച്ചു പിടിക്കണം, എന്നാൽ മാത്രം നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു സൈഡ് ഭാഗം എടുക്കാൻ ഒക്കൂ. പക്ഷെ നമ്മൾ ആ കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ മുറിയാനും ചാൻസ് ഉണ്ട്. പക്ഷേ അവിടുത്തെ ചേച്ചിമാർക്ക് എൻ്റെ തനി സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഏത് നിമിഷവും കൈ എടുക്കുമെന്നവർക്കറിയാം. അത് കാരണം എന്നെ പിടിക്കാൻ കുറഞ്ഞത് 1-2 ചേച്ചിമാരോ അവിടെ കാണും. അവസാനം ഞാൻ കരഞ്ഞു കൂവി. അതാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇവിടെയൊക്കെ ഫുൾ ഞാൻ കരച്ചിലാണ്, അയ്യോ അമ്മയെന്നൊക്കെ കേൾക്കാം അവിടെ. എന്നിട്ട് ഞാൻ ഫുള്ള് കരഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, മതി മതി വീഡിയോ എടുത്തില്ലേലും വേണ്ടില്ല, എന്നെ ഒന്നൊന്ന് പിടിച്ചോന്ന്. കാരണം ആ അവസ്ഥയായിരിക്കും എനിക്ക്. ഈ സൈഡ് രണ്ടും എടുക്കാൻ മാത്രമേ ഇത്ര ബുദ്ധിമുട്ടുള്ളൂ. നമ്മളുടെ ഈ സെൻറ്റർ ഭാഗമൊക്കെ വരുമ്പോൾ അത്ര പ്രശ്നമില്ല. ബിക്കോസ് അവിടെ അത്രയും കട്ടി കാണത്തില്ല പിരിയത്തിന്. എൻ്റെ ആ 2 സൈഡാണ് എനിക്ക് ഇത്രയും വേദന ഞാൻ സഹിച്ച് കിടക്കുന്നത്. എന്നിട്ട് എൻ്റെ പിരിയൊക്കെ എടുത്തു. ബാക്കിയൊന്നും ഞാൻ എടുക്കാൻ അമ്മേനെ സമ്മതിച്ചില്ല. അത്രയൊക്കെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിരിയൊക്കെ എടുത്തു. അടുത്തത് നമ്മൾ അമ്മേൻ്റെ റോളിലേക്ക് പോവാണ്. പിന്നെ അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിരിയം എടുത്ത് തരും. കാരണം എൻ്റെ പിരിയത്തിൻ്റെ അത്രയും കട്ടി അമ്മേൻ്റെ പിരിയത്തിനില്ല. ഞാനൊന്ന് എഴുന്നേറ്റ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന് അമ്മേൻ്റെ പിരിവെടുപ്പ് അവിടെ കഴിഞ്ഞു കാണും. കാരണം അത്ര പെട്ടെന്ന് അമ്മേൻ്റെ പിരിവെടുപ്പ് കഴിയുകയും ചെയ്യും. പിന്നെ ഇവർ നല്ല സൂക്ഷിച്ച് നല്ല ശ്രദ്ധയോടെ താരച്ചേച്ചി പിരിയൊക്കെ എടുക്കത്തുള്ളൂ. അതാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ പിരിയം കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ പിരിയം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല കറക്റ്റ് ഷേപ്പിലൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിരിയൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാം. പാർലറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ അനീഷേട്ടൻ്റെ വർക്ക്ഷോപ്പ്. എൻ്റെ വണ്ടി എറണാകുളത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ മുതൽ എൻ്റെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഏതെങ്കിലും വലിയ വളവ് വരുമ്പോൾ മാത്രമേ ഞാൻ ഈ ഹോൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആലോചിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും അവിടെ വരെ ചെന്നതല്ലേ, പിന്നെ അനീഷേട്ടനെ കണ്ടിട്ട് ഹോണും കൂടി ശരിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു എന്തൊക്കെയോ അഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനമാണ് മനസ്സിലായത് എൻ്റെ വണ്ടീൻ്റെ സ്വിച്ച് പോയതാണെന്ന്. പിന്നെ അവസാനം സ്വിച്ചൊക്കെ ഊരി പറിച്ച് കയ്യിലൊക്കെ തന്നിട്ട് വേറെ സ്വിച്ച് ഇടാൻ വേണ്ടി വേറെ സ്വിച്ച് എടുക്കാൻ പോയിട്ട് ഈ സ്വിച്ച് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഇത് വീണ്ടും വർക്ക് ചെയ്തു. അപ്പം എൻ്റെ വണ്ടിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കട വരെ എത്തിയിട്ട് അവരൊന്ന് ജസ്റ്റ് കുത്തി നോക്കിയപ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും തിരിച്ച് നേരെ ഇങ്ങ് വീട്ടിലേക്ക് വന്നു. വയ്യാത്തതുകൊണ്ട് വേറെ എങ്ങും പോകാൻ നിന്നില്ല. ചെറിയൊരു വ്ളോഗായിരുന്നു. ആ മുഹത്തെ ഒന്ന് പോയി എടുക്കണം എന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു അവസരം കിട്ടി, ഇപ്പം അങ്ങ് പോയി. ഇത്രയുള്ളായിരുന്നു ഒരു കുട്ടി വ്ളോഗായിരുന്നു. എനിക്ക് വീണ്ടും ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വേറൊരു വ്ളോഗായിട്ട് കാണാം.